ഉടുപ്പിയിൽ നടന്ന ഒരു കഥ കേൾക്കാം. ഉടുപ്പി കൃഷ്ണനിൽ അതീവ ഭക്തിയും പ്രേമമൊക്കെ ഉള്ളൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. വഴിയിൽ കുറേയധികം തുളസിച്ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം തുളസി എവിടെയാണോ അവിടെ കൃഷ്ണൻ ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ബ്രാഹ്മണൻ അവിടെയുള്ള ഒരു മരത്തണലിൽ ഇരുന്ന് ധ്യാനം ആരംഭിച്ചു. മനസ്സുകൊണ്ട് ആ തുളസിയിലകളൊക്കെ ശ്രദ്ധയോടെ പറിച്ച് മാല കെട്ടി ഭഗവാന് മാനസപൂജ ചെയ്യാൻ ആരംഭിച്ചു. മാല മനസ്സുകൊണ്ട് ഉടുപ്പി കൃഷ്ണനെ ചാർത്തുകയാണ്. മാല ഭഗവാന്റെ കഴുത്തിൽ ശരിയായി വീഴാണ്ട് വലത്തെ തോളിൽ ഇറങ്ങാണ്ട് എവിടെയോ തട്ടി നിൽക്കണു. ഇരുവശവും കൃത്യമായി ഇറങ്ങിക്കിടന്നല്ലേ മാലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് കൂടെ വന്ന പണ്ഡിതന്മാരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ മാനസപൂജ വേണ്ടത്ര ശരിയാവാത്തത് കൊണ്ടായിരിക്കാം ആ മാല ശരിയായി കൃഷ്ണന് ചാർത്താൻ പറ്റാഞ്ഞത് എന്നവർ മറുപടി പറഞ്ഞു. ആ മറുപടി അദ്ദേഹത്തിന് അത്ര സ്വീകാര്യമായിട്ട് തോന്നിയില്ല. എങ്കിലും അവർ അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ചകലെ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കൈകൂപ്പിക്കൊണ്ട് നിന്നു. അയാൾക്ക് അദ്ദേഹത്തോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. അദ്ദേഹം അയാളെ അടുത്ത് വിളിച്ചു. ബ്രാഹ്മണൻ അയാളോട് ചോദിച്ചു എന്താണ് കാര്യം എന്ന്. അപ്പോൾ അയാൾ വിനയത്തോടെ പറഞ്ഞു, അങ്ങ് ഭഗവാന്റെ കഴുത്തിലൊരു മാല ഇട്ടില്ലേ, അത് ശരിയായി വീണിട്ടില്ല, ഇത് പറയാനാണ് ഞാൻ വന്നത്. ബ്രാഹ്മണന് വളരെ ആശ്ചര്യമായി. ഞാൻ ഭഗവാന് മനസ്സുകൊണ്ട് തുളസിമാല ചാർത്തിയത് നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന ആൾ പറയാണ്, അങ്ങ് തുളസിമാല ചാർത്തുന്ന അതേ അവസരത്തിൽ ഞാനും ഭഗവാന് ഒരു മാല കെട്ടി ചാർത്തിയിരുന്നു. എൻ്റെ മാല ഭഗവാന്റെ കഴുത്തിൽ പൂർണ്ണമായിട്ടും ഇറങ്ങി. അങ്ങയുടെ വലതുവശത്ത് തട്ടി നിന്നത് ഞാൻ കണ്ടു. ഇത് കേട്ട ആ ബ്രാഹ്മണൻ ആനന്ദ കണ്ണീരൊഴുക്കി. താൻ മാനസികമായിട്ട് ഇവിടെ ഇരുന്ന് ഭഗവാന് മാല ചാർത്തി കെട്ടിയത് ഒരു അബ്രാഹ്മണനായ ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ശരി, എൻ്റെ മാല എന്തുകൊണ്ടാണ് ഭഗവാന്റെ കഴുത്തിൽ ശരിക്ക് വീണില്ല എന്ന് പറയാമോ? അപ്പോൾ അയാൾ പറയാണ്, അങ്ങ് ചാർത്തിയ മാല മത്തിൻ്റെ വശത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാമത് എടുത്ത് ഇട്ടപ്പോഴും അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത് കേട്ട ഉടനെ അദ്ദേഹം വീണ്ടും ധ്യാനിച്ചു നോക്കി. അയാൾ പറഞ്ഞത് ശരിയാണ്, തൻ്റെ മാല മത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതൊക്കെ കൈകൊണ്ട് മാല മത്തിൽ നിന്നും വിടുവിച്ചിട്ട് അത് ശരിക്കും കൃഷ്ണൻ്റെ കഴുത്തിൽ ഇറക്കിയിട്ടു. ഇപ്പം മാല ഭംഗിയായിട്ട് കഴുത്തിൽ വീണു. അപ്പോൾ ബ്രാഹ്മണൻ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, അങ്ങ് ഏത് മന്ത്രമാണ് ജപിക്കുന്നത്, ആരാണ് അങ്ങയെ ധ്യാനവും പൂജയും ഒക്കെ പഠിപ്പിച്ചത് എന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് പൂജയോ മന്ത്രമോ ഒന്നും അറിയില്ല. ഒരിക്കലൊരു മഹാത്മാവ് തുളസിമാലകളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ഞാൻ കണ്ടു. അതെന്തിനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഉടുപ്പി കൃഷ്ണന് ചാർത്താനുള്ള മാലയാണ് എന്ന് പറഞ്ഞത്. ഞാൻ ആഗ്രഹത്തോടെ ചോദിച്ചപ്പോൾ എനിക്ക് ഭഗവാന്റെ രൂപത്തെപ്പറ്റി പറഞ്ഞു തന്നു. എനിക്കും കൃഷ്ണനെ കാണാനും ആ കഴുത്തിൽ മാല ചാർത്താനും കൊതി തോന്നി. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് മാനസപൂജ ചെയ്ത് തുളസിമാല കൃഷ്ണനെ ചാർത്തുകയാണ് എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ പറയണം, നീ തന്നെയാണ് ഉത്തമമായിട്ടുള്ള കൃഷ്ണഭക്തൻ. നമ്മൾ എന്താണോ ഭഗവാന് മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്നത് അത് ഭഗവാൻ സ്വീകരിക്കും.